നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കെട്ടുമന്ത്രത്തിനെക്കുറിച്ചാണ്. കാരണം പലരും ചോദിച്ചിരുന്നു, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു ബാധകളും മറ്റു ദോഷങ്ങളും ഏക്കാതിരിക്കാൻ ജപിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു മലബാർ സമ്പ്രദായത്തിലുള്ള ഒരു ഉഗ്രമായ ദ്രാവിഡ കെട്ടുമന്ത്രമാണ്. ആ മന്ത്രം ജപിച്ച് സിദ്ധമാക്കിയതിനു ശേഷം ഈ പറയുന്ന പ്രയോഗങ്ങൾ പോലെ ചെയ്തു കഴിഞ്ഞിട്ട് വേണം മറ്റേതൊരു കർമ്മവും തുടങ്ങാൻ. ഇത് ചെയ്യുന്നതോടെ നമ്മുടെ ശരീരരക്ഷയും നമ്മളിരിക്കുന്ന ആ കർമ്മത്തിനൊരു രക്ഷയും കൂടെയാണ് കിട്ടുന്നത്. ഇത് വളരെ ഉഗ്രമായ ഒരു പഴയ ദ്രാവിഡ മന്ത്രമാണ്. ഇവിടെ എല്ലാവരും ഇവിടെ ഉള്ളവർക്ക് എല്ലാവരും ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ കെട്ടുമന്ത്രം ജപിച്ച് ഇതിന്റെ രീതിയിൽ തന്നെയാണ് മറ്റ് മാരണ സ്തംഭന കർമ്മങ്ങളെല്ലാം ചെയ്യാറുള്ളത്. കാരണം ഇതിന് നമുക്ക് ഒരു മൂർത്തിയുടെ ഒരു ഉഗ്രകർമ്മം ചെയ്യുമ്പോൾ എന്തുവായാലും നമുക്ക് ആ ചെയ്യുന്ന എതിരെയുള്ള അതിനെ ബാധിച്ചിരിക്കുന്ന മൂർത്തികളുടെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള എന്തെങ്കിലും മൂർത്തികളുടെയോ ഈ കർമ്മത്തിന് തടസ്സമോ നമ്മളുടെ ശരീരത്തിന് മറ്റു ദൂഷ്യഫലങ്ങളൊന്നും ഏക്കാതിരിക്കാനാണ് പണ്ട് ഇങ്ങനത്തെ കെട്ടുമന്ത്രങ്ങൾ ചെയ്ത് നമ്മൾ ശരീര രക്ഷ ചെയ്തിരുന്നതിന്. അതിന് ഉടൽക്കെട്ടെന്നും നമ്മുടെ ദേഹബന്ധനമെന്നും ഒക്കെ പറയുന്ന ഒരു കർമ്മ പദ്ധതി തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മന്ത്രവും അതിന്റെ പ്രയോഗവുമാണ്. ആദ്യം മന്ത്രം പറയുന്നു. ഓം കെട്ടുകെട്ട് മഹായക്ഷിയെ കെട്ടി വമ്പുള്ള നാഗയക്ഷിയെ കെട്ടി കെട്ടും കെട്ടി മുൻകെട്ടും കെട്ടി പിൻകെട്ടും കെട്ടി ഇന്ദ്രിയങ്ങളെ നാഗമണിയായി കെട്ടിയൻ സ്വാഹ. ഇങ്ങനെയാണ് ഈ മന്ത്രം 1008 ജപിച്ച് മന്ത്രബലം വരുത്തണം. അതിനുശേഷം ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ 8 തവണ ഇത് ജപിച്ച് അരിയും പൂവും കോന്തലയ്ക്കൽ കെട്ടിവെക്കുക. നമസ്കാരം.